ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തമ്പി മോളുടെ മുന്നിലോ മുൻകൂർ ജാമ്യം എടുക്കുക കേട്ടോ. താൻ 25 വർഷങ്ങൾക്ക് മുൻപ് ഒരു പെണ്ണിനെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ജാനകിയും അബിയും കൂടി കേസ് കൊടുക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് അച്ഛൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്ന് മകൾ പറയുമ്പോൾ, എടി മോളെ, ഈ പ്രായത്തിൽ അച്ഛൻ ആരെയും പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, പക്ഷേ പഴയ കാലങ്ങളിലേക്ക് ചകഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും വിശ്വസിക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് മകളുടെ മുന്നിൽ അച്ഛനാണെങ്കിൽ ഭയങ്കര ദയനീയാവസ്ഥയിൽ സംസാരിക്കാം. ജാനകി അന്ന് കളിയാക്കിയതിന് അവനും അവളും ഇങ്ങനൊരു ശിക്ഷ എനിക്ക് തരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നൊക്കെ തമ്പി അപർണയോട് പറയുമ്പോൾ, അച്ഛൻ്റെ പഴയ ഫോട്ടോ കൊണ്ടുവന്നതും ഒരു പക്ഷെ അതിനു വേണ്ടി ആയിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അപർണയും ചോദിച്ചു. അതേടി മോളെ, അത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. ജീവിതത്തിൽ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരുത്തിയുടെ പേരിൽ അച്ഛൻ നാണം കെടാൻ പോവാടി മോളെ. കേസുമായിട്ട് ഉടനെ തന്നെ മുന്നോട്ട് ഇവർ പോകുമെന്നാണ് സേനം പറഞ്ഞതെന്ന് പറഞ്ഞു. അച്ഛൻ എന്തിനാണ് വിഷമിക്കുന്നത്? അവള്, അതായത് ജാനകി ഏതവളെ വേണമെങ്കിലും കൊണ്ടുവന്നോട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഒടുവിൽ അവൾക്കൊരു തുക നമുക്ക് നഷ്ടപരിഹാരം തരേണ്ടി വരുമെന്നൊക്കെ അപർണ പറഞ്ഞു. എൻ്റെ മോളെ, കേസ് കോടതിയിൽ പോകുന്നൊന്നും അല്ല കാര്യം. അത് പോകാനും പോകുന്നില്ല. പക്ഷേ പോലീസിൽ കേസ് എത്തിയാൽ ലോകം മുഴുവനും അത് അറിയില്ലേ എന്ന് തമ്പി അപർണയോട് ചോദിക്കുക. അതുമാത്രമാണോ ജാനകിയും അതുപോലെ അബിയും ലക്ഷ്യം വെക്കുന്നത് എന്നെ തന്നെയല്ലേ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴേക്കും അപർണയ്ക്കും ആകെ ഒരു ടെൻഷൻ, അച്ഛൻ നാറും എന്ന് മനസ്സിലായി. അപ്പം ജനം എന്നെ കല്ലെറിയണം, പെണ്ണ് കേസിൽ എന്നെ നാണം കെടുത്തണം, അവർക്കത് മാത്രമേ വേണ്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡയലോഗുകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക. അബിയുടെയും ജാനകിയുടെയും വലിയ തമ്പി. കാട്ടുതീ പോലെ ഇത് പടർന്ന് പിടിക്കും മോളെ, കാരണം അത് പെണ്ണ് കേസാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമ്പി മോളോട് പറയാം. അച്ഛ സേനെ ഒന്ന് കാണട്ടെ, ഉണ്ണിത്താൻ വക്കീലിനെയും കാണണമെന്ന് പറയുമ്പം, അച്ഛ അവിവേകമൊന്നും കാണിക്കരുത്, അബിക്ക് തിരിച്ചടി കൊടുക്കാൻ നമുക്ക് ശേഷിയുണ്ടെന്ന് അച്ഛൻ ഓർക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാളെ കൊന്നാൽ ഇത്രത്തോളം നാണക്കേടില്ല മോളെ, എങ്ങനെയെങ്കിലും ഇത് ഒതുക്കാൻ നോക്കണം മോളെ എന്നൊക്കെ തമ്പി ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുക. പറഞ്ഞ രക്തം തിളച്ച് അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. എടി ജാനകി, നിന്റെ കാലനായിട്ട് ഈ അപർണ നിന്റെ പിന്നാലെ ഉണ്ടടി. തന്ത ആരാണെന്നറിയാത്ത നിനക്ക് തന്തയുടെ വില എന്താണെന്ന് മനസ്സിലാക്കി തരാൻ ഞാനെന്ന് അപർണ അവിടെ നിന്ന് സ്വയം ഇങ്ങനെ പറയണം. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ജാനകി ആട്ടോ. ജാനകി നമ്മുടെ നിരഞ്ജനയെ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോഴാണ് നിരഞ്ജന അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ജാനകിയടുത്ത് എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിലേക്ക് വന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചോദിച്ചിട്ടാണെങ്കിൽ ഏട്ടത്തി ഒന്നും പറഞ്ഞൂലേ, എന്താ കാര്യം? അപ്പോൾ അമ്മയുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചുവെന്നും ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ അവിടേക്ക് ഇനി ചെല്ലണ്ടെന്ന് പറഞ്ഞു എന്ന് ജാനകി പറയാം. അമ്മ അപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ലേ ഏട്ടത്തി എന്ന് നിരഞ്ജന ചോദിച്ചു കേട്ടോ. നമ്മൾ എന്ത് പ്രതീക്ഷയോടെ ആ ഡോക്ടറെ കാണാനായിട്ട് പോയത്? ഇനി എന്താ ഏട്ടത്തി ഇനി അടുത്ത തീരുമാനം എന്നൊക്കെ നിരഞ്ജന ചോദിക്കുന്നുണ്ട്. മറ്റൊരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ ചോദിക്കുമ്പം, ആ ഡോക്ടർ മോശക്കാരിയൊന്നും അല്ല നിരഞ്ജനെ, അവർ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തതാണെന്നും അതിലൊന്നും ഫലം കണ്ടില്ല എന്നും പറയാം. എന്തിനേറെ പറയുന്നു, അമ്മയെ ആരും പരീക്ഷിക്കാത്ത വിധത്തിൽ ഭയപ്പെടുത്തി ഉണർത്താൻ വരെ ശ്രമിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജാനകി പറയാം. പേടിയെന്നുള്ളൊരു വികാരം പോലും അമ്മയ്ക്കില്ല എന്നും ഒടുവിൽ അവർ തോറ്റ് പിന്മാറുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളും ജാനകി നിരഞ്ജനോട് പറയാം. ഇനി മറ്റൊരു ഡോക്ടറെ കാണിച്ചാലും ഇതിൽ കൂടുതലൊന്നും ഇനി സംഭവിക്കാനില്ല എന്നൊക്കെ ജാനകി പറഞ്ഞു കൊടുത്തു. ഇത് തന്നെയാണ് അമ്മയുടെ അവസ്ഥ, അമ്മയുടെ ജീവിതത്തിലെ ആ ഒരു ഇതെന്നൊക്കെ പറയുമോ നമ്മുടെ ജാനകി. വീണ്ടും ഒളിവ് ജീവിതം തന്നെയാണ്, ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ ഒരു വശത്ത് കാര്യങ്ങളൊക്കെ നടക്കുമെന്നും അബിയേട്ടനും മോളും മറ്റൊരു വശത്തെന്ന് പറയുമ്പോൾ, അമ്മയെ അളകാപുരിയിലേക്ക് ഏട്ടത്തെ കൂട്ടിക്കൊണ്ടുവാ, അപർണ ഏട്ടത്തെ എന്തൊരു പേടിക്കണം, അത് നിങ്ങളുടെ വീടല്ലേ, പരിഹസിക്കാൻ വന്നാൽ അത് നിന്റെ വീട്ടിൽ മതിയെന്ന് ഏട്ടത്തെ മുഖത്ത് നോക്കി പറയണമെന്നും പറഞ്ഞു നിരഞ്ജന. അവൾ എന്തു പറഞ്ഞാലും ഏട്ടത്തി ഇപ്പം മിണ്ടാതെ നിൽക്കും, അതുകൊണ്ടാ അവൾ ഏട്ടത്തിയുടെ തലയിൽ കയറുന്നതെന്നൊക്കെ നിരഞ്ജന പറഞ്ഞു. മുൻപ് ജാനേട്ടത്തി കുറച്ചൊക്കെ പറയുമായിരുന്നു. അപ്പോൾ നീ ഇത് പലപ്പോഴും എന്നോട് ചോദിച്ചിരുന്ന ചോദ്യമാണ്, ഏട്ടത്തി എന്തിനാ അപർണയുടെ മുന്നിൽ ഇങ്ങനെ നിശബ്ദയാകുന്നതെന്ന്. അന്ന് ഞാൻ നിന്നോട് പറഞ്ഞത് അവൾ എൻ്റെ അനിയത്തി അല്ലേ എന്നാണ്. അപ്പം നിരഞ്ജന ഇങ്ങനെ ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അത് സത്യമാണെന്നും അമലിൻ്റെ ഭാര്യ ആകുന്നതിന് മുൻപേ അപർണ എൻ്റെ അനിയത്തിയായി കഴിഞ്ഞിരുന്നു എന്ന് ജാനകി നിരഞ്ജനയോട് പറയുമ്പോൾ നിരഞ്ജനയ്ക്ക് മനസ്സിലാവുന്നില്ല. അവൾ ജന്മം കൊണ്ടതേ ജാനകിയുടെ അനിയത്തി ആയിട്ടാണെന്നുള്ള കാര്യം ജാനകി പറയുമ്പോഴും നിരഞ്ജനയ്ക്ക് മനസ്സിലാകുന്നില്ല. ഏട്ടത്തി പറയുന്നതൊന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല, എന്താ ഏട്ടത്തി കാര്യം എന്ന് ചോദിക്കുമ്പം, ഞാൻ എൻ്റെ അമ്മയെ കണ്ടെത്തിയ വഴികൾ അത് എന്താണെന്ന് നിനക്കറിയാം, അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും നിനക്കറിയാം, അമ്മയ്ക്ക് ഈ വിധി സമ്മാനിച്ചത് ആരാണെന്ന് മാത്രം നിനക്കറിയില്ല. നിന്നോട് ഞാനത് പറയാതിരുന്നതാണ് മനഃപൂർവ്വം, അതിനൊരു സമയം ആവട്ടെ എന്ന് കരുതി അത് പറയാതിരുന്നത്. അത് നിന്നോട് മാത്രമല്ല, എല്ലാവരുടെ മുന്നിലും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അമ്മയെ ചികിത്സയ്ക്ക് കൊണ്ടുവന്നത്. ഓർമ്മകൾ വീണ്ടെടുക്കാൻ ശ്രമിച്ചതും അതുകൊണ്ട് തന്നെയാണ്. എല്ലാവരും അമ്മയിലൂടെ വേണം ആ സത്യം അറിയാൻ, അതാണ് ഞാൻ ആഗ്രഹിച്ചതെന്നൊക്കെ പറയുമ്പോഴേക്കും
ആ നീചൻ ആരാണെന്ന് ഏട്ടത്തിക്ക് അറിയാമായിരുന്നോ എന്ന് ചോദിച്ചു. എന്നിട്ടാണോ അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഏട്ടത്തി മടി കാണിച്ചതെന്നൊക്കെ നിരഞ്ജന ചോദിച്ചു കേട്ടോ. അമ്മ പറയുമ്പോഴല്ലേ അതിനൊരു കരുത്തുണ്ടാവത്തുള്ളൂ എന്ന് നിരഞ്ജനയോട് ജാനകി അന്നേരം പറഞ്ഞു. പറയാനുള്ള ഒരു ഇതോടുകൂടി നിന്നാ പറയുന്നത്. ഇനി ഞാൻ പ്രതീക്ഷ വെച്ച് മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാവുന്നു. ഇനിയുള്ള എൻ്റെ ശ്രമം അമ്മയ്ക്ക് വേണ്ടി ഞാൻ നീതി ദേവതയുടെ മുന്നിലേക്ക് പോവുകയാണെന്ന കാര്യമൊക്കെ പറയുമ്പോൾ ഏട്ടത്തി ആരായാൾ, ഇനിയെങ്കിലും ഏട്ടത്തിക്ക് എന്നോടത് പറഞ്ഞൂടെ എന്ന് നിരഞ്ജന ചോദിക്കുമ്പോൾ പറയാൻ മാത്രമല്ല, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഏട്ടത്തിക്ക് വേണ്ടി ഈ കേസ് ഏറ്റെടുക്കാനുള്ള അപേക്ഷയായിട്ടാണ് ഞാൻ വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഇതിനു മുൻപ് ഏട്ടത്തിക്ക് ഞാൻ വാക്ക് തന്നതല്ലേ എന്ന് നിരഞ്ജന ചോദിച്ചു. ഏട്ടത്തി അയാൾ ആരാണെന്ന് ഏട്ടത്തി എന്നോട് പറയാൻ പറഞ്ഞു. അപ്പോഴേക്കും ജാനകിയുടെ കൈയും കാലും വരയ്ക്കാൻ തുടങ്ങി. അത് ആ സത്യം അറിയാവുന്ന ഒരേ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അഭിയേട്ടൻ്റെ അച്ഛൻ എന്ന് നമ്മുടെ ജാനകി പറഞ്ഞു. പിന്നെ അച്ഛൻ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജാനകി ഇവിടെ പറയുക. അങ്ങനെ തമ്പിയുടെ മോളാണ് ജാനകി എന്ന് അന്ന് നമ്മുടെ സൂര്യനാരായണൻ അഭിയോട് പറഞ്ഞ കാര്യങ്ങൾ ജാനകി നിരഞ്ജനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഉണ്ടല്ലോ ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് പോയെങ്കിലെന്നുള്ളൊരു രീതിയിലാണ് നമ്മുടെ നിരഞ്ജൻ അത് കേട്ട് നിന്നത്. അപർണ ജാനകിയുടെ ചോരയോ എന്തീ പറയണേന്നൊക്കെ നമ്മൾ നിരഞ്ജന ചോദിച്ചു. അപ്പോൾ ഇതായിരുന്നു ജാനകിയടുത്ത് അവളുടെ മുന്നിൽ കീഴടങ്ങിക്കൊണ്ടിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. ദൈവമേ, സ്വന്തം സഹോദരിയാണെന്ന് അറിയാതെയല്ലേ അവൾ ഏട്ടത്തി ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ നിരഞ്ജന ചോദിക്കുക. ഞാനിത് എങ്ങനെ വിശ്വസിക്കും എൻ്റെ ജാനകിയടുത്തി? അപ്പം നിന്റെ ഞെട്ടലും നടുക്കുമൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം. അതിൻ്റെ 1000 ഇരട്ടി അനുഭവിച്ചോളാണ് ഈ ഞാൻ. അമ്മയെ കൊണ്ട് അയാൾക്കെതിരെ നിയമപരമായി നീങ്ങാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചതെന്നും പക്ഷേ ഇനി അത് നടക്കില്ല എന്നും ജാനകി നിരഞ്ജനോട് പറയാം. അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങുകയാണ്, ഞാൻ ഇറങ്ങും, അയാളെ എനിക്ക് ജയിലിൽ അടച്ചേ പറ്റൂ എന്നൊക്കെ ജാനകി തറപ്പിച്ച് തന്നെ നിരഞ്ജനോട് പറയുന്നു. അമ്മയുടെ അച്ഛൻ മാധവ വാര്യർ അന്ന് മകളെ തമ്പി പീഡിപ്പിച്ചു എന്ന് കാണിച്ച് പോലീസിൽ പരാതി കൊടുത്തിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ജാനകി പറയാം. തൊട്ടു പിന്നാലെ ഭീഷണി വന്നപ്പോൾ ആ പാവം മനുഷ്യൻ ആത്മഹത്യ ചെയ്തതെന്ന കാര്യവും പറഞ്ഞു. അത് കൊലപാതകമാണോ എന്ന് പോലും അറിയില്ല എന്ന രീതിയിൽ വരെ നമ്മുടെ ജാനകി സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങൾ നിരഞ്ജനോട് പറഞ്ഞു. നിരഞ്ജന ഇതൊക്കെ കേട്ട സ്തംഭിച്ചിങ്ങനെ നിന്നുപോയി. അന്ന് അമ്മയുടെ അച്ഛൻ കൊടുത്തിരുന്ന കംപ്ലൈൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതിലുണ്ട്. അമ്മയുടെ മോളായിട്ടല്ല, ഇപ്പോൾ രാധാമണി വാരസ്യാരെ സംരക്ഷിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കാണ് ഈ കേസുമായി ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതെന്നുള്ള കാര്യം ജാനകി ഇങ്ങനെ നിരഞ്ജനോട് പറയുമ്പോൾ കിട്ടിയ ഫയലുകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിൽക്കുക നമ്മുടെ നിരഞ്ജന. തമ്പിയുടെ മകളെന്ന ലേബൽ അതെനിക്ക് വേണ്ട എന്ന കാര്യം നമ്മുടെ ജാനകി നിരഞ്ജനയോട് പറഞ്ഞു. ഇത് വെച്ച് കേസ് റീഓപ്പൺ ചെയ്യാൻ കോടതിയെ സമീപിക്കണമെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ജാനകി പറഞ്ഞു. നിരഞ്ജനയ്ക്ക് അത് കഴിയുമോ ഇല്ലയോ എന്നാണ് എനിക്ക് അറിയേണ്ടതെന്ന് പറയുമ്പോൾ അതെന്തൊരു ചോദ്യം ഏട്ടത്തി എന്നോട് ചോദിക്കുന്നേ? ഈ ഒരു കേസ് ഞാൻ തന്നെ വാദിക്കും, എൻ്റെ ഏട്ടത്തിക്ക് നീതി ഞാൻ വാങ്ങിച്ചു തരും, ഏട്ടത്തിയുടെ ആഗ്രഹം ഈ അനിയത്തി നിറവേറ്റി തരുമെന്ന് നിരഞ്ജന തറപ്പിച്ചു പറയുമ്പോൾ അയാളെ വെറുതെ വിടരുത് മോളെ, അയാളെ ജയിലിൽ ചെന്ന് കാണാനുള്ളൊരു അവസരം നീ ഏട്ടത്തിക്ക് ഉണ്ടാക്കി തരണമെന്ന് ജാനകി ഇങ്ങനെ പറയുക. അതും പറഞ്ഞ് ഇനിയുള്ള എൻ്റെ ജീവിതം നിനക്ക് ഞാൻ കടപ്പെട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നിരഞ്ജനയോട് ജാനകി പറയൂ കേട്ടോ. ഏട്ടത്തി അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഏട്ടത്തിക്ക് വേണ്ടി എന്തിനും ഞാൻ തയ്യാറാണ്, ഏട്ടത്തിയുടെ കൂടെ ഞാനുണ്ട്, ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. പിന്നെ സമാധാനപ്പെടാൻ പറഞ്ഞ് നിരഞ്ജന ജാനകിയെ പറഞ്ഞയച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മഞ്ജു നമ്മുടെ അപർണയ്ക്ക് ചായയായിട്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ജാനകി എവിടെ? ജാനകി വല്ലപ്പോഴെങ്കിലും ഇവിടേക്ക് വരാറുണ്ടോ എന്നൊക്കെ മഞ്ജു ചോദിച്ചു. അവിടെ വീട് വാങ്ങി ഒറ്റയ്ക്ക് താമസിക്കുന്നവൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്ന് മഞ്ജുവിനോട് അപർണ അന്നേരം ചോദിച്ചു. അപർണ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഉദ്ദേശമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് മഞ്ജു അപർണയോട് പറഞ്ഞു. ഇപ്പോൾ ഭർത്താവും കുഞ്ഞും അങ്ങോട്ട് പോയിരിക്കല്ലേ, അവർ മാറി താമസിക്കാൻ തീരുമാനിച്ചതാവുമെന്നൊക്കെ മഞ്ജു പറയുക. അത് നല്ലതാണെന്ന് കരുതുകയല്ലേ വേണ്ടതെന്നൊക്കെ മഞ്ജു ചോദിക്കുമ്പോൾ അപർണയ്ക്ക് ഭയങ്കര കലിപ്പ്. അവളുടെ ഉദ്ദേശം നല്ലതൊന്നും അല്ലെന്ന് മഞ്ജു ചേച്ചി അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് അപർണ പറഞ്ഞു. അങ്ങനെ ഇവർ പറഞ്ഞു തീർന്നില്ല. തൊട്ടടുത്ത നിമിഷം വീട്ടിലേക്ക് നമ്മുടെ നിരഞ്ജന കയറി വരുന്നു. നിരഞ്ജന ഇവളെ കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ നോക്കി നിന്ന് പോയിട്ടോ. അപർണയാണെങ്കിൽ നിരഞ്ജനയെ മൈൻഡ് പോലും ചെയ്യുന്നുമില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴും അപർണ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പം നിരഞ്ജന അപർണയെ തന്നെ നോക്കി നിൽക്കുക. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവളൊന്ന് നോക്കിയ നിരഞ്ജനയെ. ഇപ്പം നിരഞ്ജന ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അപർണ കണ്ടിട്ട് ഇവളും തന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് ഓർത്തുകൊണ്ട് വീണ്ടും ചായ കുടിക്കുക. അപ്പോഴും നിരഞ്ജന ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുക. ഇവള് ചായ വെച്ചിട്ട് ഇതെന്താ ആദ്യം കാണുന്നത് പോലെ അപർണ എന്നെ നോക്കുന്നത് എന്ന് നിരഞ്ജനയോട് ചോദിച്ചു. അപ്പം നിരഞ്ജനയാണെങ്കിൽ അന്ന് അച്ഛൻ അബിയോട് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി നിന്ന് ആലോചിക്കുക കേട്ടോ. ആ സമയം ഇപ്പോൾ അപർണയെ കണ്ടപ്പോഴേ മുൻപത്തെക്കാളും സ്നേഹം എനിക്ക് തോന്നുന്നത് എന്ന് പറയൂ കേട്ടോ നമ്മുടെ നിരഞ്ജന. പെട്ടെന്നെന്താ അങ്ങനെ ഒരു തോന്നൽ വരാൻ എന്ന് നിരഞ്ജനയോട് ചോദിച്ചു അപർണ. ആവോ അതെനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. സ്നേഹിച്ച് കൊല്ലാതിരുന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അപർണ ഇന്നലെ ആക്കിയൊരു പറച്ചിൽ
ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് നിരഞ്ജന ചോദിച്ചപ്പോൾ ചോദിച്ചു. പക്ഷേ ചോദ്യം കോടതിയിൽ ചോദിക്കുന്നത് പോലെ ആവരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപർണ എങ്ങനെയൊക്കെ പരിഹസിച്ചിട്ടും ജാനിയടുത്ത് എതിർത്തൊന്നും പറയാതെ കേട്ട് നിൽക്കുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. മുൻപ് എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നു, ഇപ്പോൾ വേദനയോടെ കേട്ട് നിൽക്കുന്നതാണ് പതിവ്. പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അപർണ നിന്ന് ഗോഷ്ഠികൾ കാണിക്കാം. ചിലപ്പോൾ ചെറുതൊക്കെ ആയിട്ട് ചിരിക്കുന്നതും കാണാം. അതിനെന്തെങ്കിലും കാരണമുള്ളതായിട്ട് അപർണയ്ക്ക് തോന്നിയിട്ടുണ്ടോ എന്നിങ്ങനെ നിരഞ്ജന ചോദിക്കുമ്പോൾ ഉണ്ട്, ഞാൻ ആരാണെന്ന് അവൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് അപർണ പറയുമ്പോൾ നിരഞ്ജന ചിരിക്കുക. അപർണ പറഞ്ഞത് സത്യം തന്നെയാണെന്ന് പറഞ്ഞു. അബിയുടെയും ജാനകിയുടെയും പുതിയ നീക്കം എന്താണെന്ന് നിരഞ്ജന കൂടി ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞെട്ടിപ്പോവണ്ടല്ലോ എന്നൊക്കെ അപർണ പറയുക നിരഞ്ജനയോടെ. അമ്മയെ തേടി നടന്ന നാണം കെട്ടതിന് പകരമായിട്ടേ എന്നെയും അച്ഛനെയും താറടിച്ച് കാണിക്കാനുള്ള നീക്കത്തിലാണ് ജാനകി എന്നിങ്ങനെ പറയുമ്പോൾ നിരഞ്ജന ഒന്നും മിണ്ടുന്നില്ല. അച്ഛനെ പെണ്ണ് കേസിൽ കൊടുക്കാൻ കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ്, അതും അച്ഛൻ്റെ ഈ പ്രായത്തിൽ എന്നൊക്കെ പറഞ്ഞ ജാനകിയെ പറ്റി ഇങ്ങനെ പറഞ്ഞു പിടിപ്പിക്കുന്നു. അമ്മയെ തേടിയല്ല ജാനകി പോയിരിക്കുന്നതെന്നും അമ്മയെ കണ്ടെത്താനാവില്ല എന്ന് അവൾക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞു. അപർണ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കൽ നിരഞ്ജന എന്നോട് ചോദിച്ചിരുന്നില്ലേ ജാനകിയെ വെറുതെ വിട്ടൂടെ എന്ന്. അന്ന് എനിക്കെതിരെ അവൾ തിരിഞ്ഞു. അതറിഞ്ഞു വെച്ച് അവളെ വെറുതെ വിടാൻ എന്തായാലും എനിക്ക് പറ്റുമോയെന്ന് ചോദിച്ചു. അവളുടെ നീക്കങ്ങളൊക്കെ ഞാൻ നിരീക്ഷിക്കുന്നുണ്ടെന്നും അപർണ പറയുക. പണ്ട് അച്ഛൻ്റെ ഓഫീസിൽ ജോലിയെടുത്ത ഏതൊരു സ്ത്രീയെ കണ്ടെത്തി അച്ഛൻ അവരെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പരാതി കൊടുക്കാനുള്ള ഓട്ടത്തിലാണ് ഭാര്യയും ഭർത്താവും എന്നൊക്കെ പറഞ്ഞ് അപർണ ഇങ്ങനെ ഘോര പ്രസംഗിക്കുക. അച്ഛനെ കള്ളക്കേസിൽ പെടുത്തി കളങ്കപ്പെടുത്താമെന്നുള്ളത് ജാനകിയുടെ ഒരു വ്യാമോഹം മാത്രമാണെന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ അപർണ പറയണം. ഇതായിരിക്കും അവളുടെ നാശത്തിൻ്റെ തുടക്കവും ഒടുക്കവും എന്നും പറയുമ്പോൾ എന്ന് പറഞ്ഞ് നിരഞ്ജന ചിരിക്കുന്നു. നീ ഇതിപ്പോൾ തന്നെ നിൻ്റെ ഏട്ടത്തി അമ്മയെ വിളിച്ചു പറയുമെന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ ഇതും കൂടി പറഞ്ഞേക്കാനും കൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു. എൻ്റെ അച്ഛനെ തൊട്ട് കളിച്ചാൽ അവൾക്ക് ഈ ജന്മം മുഴുവനും കരയാനുള്ള വിധി അപർണ സമ്മാനിക്കുമെന്ന്. അപ്പോൾ നിരഞ്ജനി ഇവളെ അത്ഭുതകരമായിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. നെഞ്ചു പൊട്ടി കരയാൻ തയ്യാറാണെങ്കിൽ കള്ളക്കേസുമായിട്ട് വരാൻ പറ അവളോട്. എന്തിനും തയ്യാറായി അപർണ ഇവിടെ ഉണ്ടെന്ന് വലിയ അഹങ്കാരത്തോടെ പറഞ്ഞിട്ട് അപർണ അകത്തേക്ക് കയറിപ്പോയി. നിരഞ്ജന ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ ബാക്കി കാര്യങ്ങളും കൂടെ അറിഞ്ഞാൽ പണി പാടുമെന്ന് നിരഞ്ജനയ്ക്ക് മനസ്സിലായി. ഇത് കഴിഞ്ഞ് എന്നെ കാണിക്കുന്ന തമ്പിയാട്ടോ. തമ്പി അവിടെ ഇരുന്ന് ഇങ്ങനെ ബാറിലിരുന്ന് ഇങ്ങനെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കും, ക്ലബ്ബിലിരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കും. എപ്പോഴാണ് നമ്മുടെ ഉണ്ണിത്താമക്കയിൽ വരുന്നത്. തമ്പി എന്തിനാ എന്നെ കാണുമെന്ന് പറഞ്ഞു ചോദിച്ചു. ഞാനൊന്നും തന്നോട് പറഞ്ഞില്ലേ ഒരു കേസിൻ്റെ കാര്യം. അങ്ങനെ ആ കേസിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം പറയാം. ഞാൻ ചേട്ടൻ ഒരു പെണ്ണ് കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അറിയില്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സക്കീർ ഭായ് അങ്ങോട്ടേക്ക് വരുന്നത്. സക്കീർ ഭായിയെ കണ്ടു കഴിഞ്ഞപ്പോൾ തമ്പി ഒന്ന് എന്നൊക്കെ ചോദിച്ചു. എന്നൊക്കെ പറഞ്ഞ് തമ്പി ഇരുന്ന് കാണിക്കാം. എല്ലാത്തിൻ്റെ സൂത്രധാരൻ ഈ ഇരിക്കുന്ന ഇവൻ ഒറ്റ ഒരുത്തനാണെന്നും ഏതവളെയാടോ താൻ എനിക്ക് വേണ്ടി രംഗത്തിറക്കാൻ പോകുന്നുവെന്ന് തമ്പി ഇങ്ങനെ നമ്മുടെ സക്കീർ ഭായിയോട് ചോദിച്ചു. അപ്പോൾ സക്കീർ ഭായി ഒന്ന് ചിരിച്ചു. അതാരാണെന്ന് എന്നെക്കാളും തമ്പിക്കല്ലേ അറിയൂ എന്ന് നമ്മുടെ സക്കീർ ഭായി. പിന്നെന്തിനാടോ താൻ എൻ്റെ പേര് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയെന്ന് ചോദിച്ചു. തമ്പി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു പെണ്ണും നിങ്ങൾ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് വരാൻ പോകുന്നില്ല എന്ന് സക്കീർ ഭായി തമ്പിയോട് പറയാം. അപ്പോൾ ഉണ്ണിത്താൻ ഇങ്ങനെ നോക്കുക കേട്ടോ. ഉണ്ണിത്താനൊന്നും മനസ്സിലായില്ല. ഇത് കളി വേറെ എൻ്റെ തമ്പി. എടോ സക്കീർ ഹുസൈൻ, തൻ്റെ ഈ ബ്രോക്കർ പണി നിർത്തുന്നതാ തനിക്ക് നല്ലതെന്ന് സക്കീർ ഭായിയോട് ഉണ്ണിത്താൻ വക്കീൽ പറഞ്ഞു. എടോ തമ്പിക്കെതിരെ എന്തെങ്കിലും തരകിട ഉള്ളതായിട്ട് ആര് വന്നാലും നേരിടുന്നത് ഞാൻ തന്നെ ആയിരിക്കും എന്ന് നമ്മുടെ ഉണ്ണിത്താൻ പറഞ്ഞു. താനേ ആ സൂര്യനാരായണൻ്റെ വാലായിട്ട് നടക്കുമല്ലായിരുന്നു എന്ന് ചോദിച്ചു. അയാളുടെ മോനോട് ചെന്ന് പറഞ്ഞേക്കാൻ തമ്പിയെ തൊട്ടാ ഉണ്ണിത്താന് നോവുമെന്ന്. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞോളാം. ഉണ്ണിത്താൻ വക്കീൽ പറഞ്ഞിട്ട് കേട്ടില്ല എന്ന് വേണ്ട എന്ന് സക്കീർ ഭായ്. ശരി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സക്കീർ ഭായ് അവിടെ നിന്ന് അങ്ങ് പോണു. അപ്പോൾ താൻ വിഷമിക്കണ്ടോ, തനിക്ക് എന്ത് സംഭവിച്ചാലും കൂടെ ഞാനുണ്ടാകുമെന്ന് ഉണ്ണിത്താൻ പറയുവാണ്. അപ്പോൾ എനിക്ക് ആ ഒരൊറ്റ വാക്ക് മാത്രം മതി ഉണ്ണിത്താനേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ തമ്പിച്ചേട്ടൻ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നന്ദി.